പാലക്കാടുള്ള ഉണ്ണിക്കണ്ണൻ വിജയിയെ കാണാൻ വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയെ അറഞ്ചം പുറഞ്ചം ട്രോളിക്കൊണ്ട് ധാരാളം ആളുകൾ വന്നിരുന്നു. അയാളുടെ വീഡിയോകൾക്ക് താഴെ വളരെ രീതിയിൽ അയാളുടെ തടിയെയൊക്കെ അയാളുടെ വണ്ണത്തെയൊക്കെ മോശ മോശമാക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേര് കമന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാര് വർഷാവർഷം ആ യാത്ര, ഈ യാത്ര, മലയോര യാത്ര, മാല യാത്ര എന്നൊക്കെ പറഞ്ഞ് നിരവധി യാത്രകൾ നടത്താറുണ്ട്. ഇതുകൊണ്ട് നാട്ടുകാർക്ക് വല്ല ഗുണമുണ്ടോ? ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. റോഡ് ബ്ലോക്ക് ആക്കുന്നു, പോരാത്തതിന് അവിടെ അടി ഇവിടെ അടി. ആർക്കെങ്കിലും ഗുണമുണ്ടോ? എന്നിട്ട് ആർക്കും ഗുണമില്ലാത്ത, എന്നാ ദോഷവും ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ആ ഉണ്ണിക്കണ്ണൻ ചെയ്യുന്നത്. അയാൾ വിജയി കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ? അയാളുടെ കുടുംബത്തിൽ പൈസ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ, അയാൾ പണിക്ക് പോവുകയോ പോവാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ. ഇതൊക്കെ എന്തിനാ നിങ്ങളെ ബാധിക്കുന്നത്? ഈ കമന്റ് ചെയ്യുന്ന മാമന്മാരെ എന്തിനാണ് നിങ്ങൾ ഈ കമന്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്നത്? നിങ്ങൾ അയാൾക്ക് ചെലവിന് കൊടുക്കാറുണ്ടോ? നിങ്ങൾ അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാറുണ്ടോ? അയാള് വിജയിയെ കാണുകയോ കാണാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ. അതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഛേദം? ഇവിടെ രാഷ്ട്രീയക്കാര് യാത്രകൾ നടത്തിയാലോ, അവിടെ ഇവിടെ ആളുകളെ തടഞ്ഞു വെച്ചാലോ, മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തിയാലോ ആർക്കും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഇവിടെ താഴെക്കടിയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ, അയാൾ ഒരു യാത്ര നടത്തിയതിന് പബ്ലിസിറ്റി കൊടുത്ത് ഓൺലൈൻ മീഡിയകളാണ് ഇതിന് എത്രത്തോളം വഷളാക്കി എടുത്തത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ, അതൊരു തെറ്റെന്നല്ല. പക്ഷേ ഇതിനെ ഇത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കേണ്ട ഒരു പ്രശ്നങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അയാളുടെ ഒരു വൈബിനനുസരിച്ച് യാത്ര ചെയ്യുന്നു. വിജയെ കാണുന്ന ആഗ്രഹം കൊണ്ടാണെങ്കിൽ അയാൾ പോയി കാണട്ടെ. അതിൽ എന്തിനാണ് മാമന്മാരെ നിങ്ങൾ ഇത്ര രോഷാകുലരാകുന്നത്?